കഴിഞ്ഞ ദിവസം ബ്രസീലിൽ G20 രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി നടന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത ഒരു ഉച്ചകോടിയായിരുന്നു. ആ ഉച്ചകോടി അനവധി പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ഉച്ചകോടിയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ റഷ്യയുടെ ഒരു പ്രതിനിധി അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ റഷ്യ പങ്കെടുക്കാത്ത ഒരു G20, എന്നാൽ ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ രണ്ട് ചേരിയിലാണെന്ന് വെളിവാക്കുന്നതായിരുന്നു ഈ G20 എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ എത്തിയപ്പോൾ തന്നെ നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ പിൻജിങ്, ഒപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ, ഈ 3 പേര് തന്നെയായിരുന്നു അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട താരങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. ഇവർ 3 പേരും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് തമാശകൾ പങ്കിടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് വൈറലായത്. കാരണം കഴിഞ്ഞ G20 നടക്കുമ്പോൾ അവിടെ ബൈഡനും ഉൾപ്പെടെ ഒരു താരമായിരുന്നെങ്കിൽ ഇന്ന് ബൈഡനെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു ഉച്ചകോടിയായി മാറി. കാരണം ബൈഡൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായി വരുന്നത് ആയിരിക്കാം ഒരു പക്ഷേ ബൈഡന് വലിയ പ്രാധാന്യമൊന്നും ഈ ഒരു ഉച്ചകോടി കണ്ടില്ല. ഈ മൂവർ സംഘത്തെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു എല്ലാ ക്യാമറകളും ചലിച്ച് കൊണ്ടിരുന്നത്. അതിനിടയിൽ സാധാരണ പതിവ് പോലെ ഈ G20 ഉച്ചകോടിയുടെ സമാപന ദിവസം ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാകും. എല്ലാ നേതാക്കളും നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു രീതി ഉണ്ടാകും. സാധാരണ എല്ലാ ഉച്ചകോടിക്കും ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു ഫോട്ടോ സെഷനിൽ, അതായത് ബ്രസീലിലെ പ്രധാനപ്പെട്ട ഒരു നഗരമുണ്ട്. ആ നഗരത്തിലൊരു പ്രധാന പർവ്വതമാണ് ഷുഗർ ലോഫ്. ആ പർവ്വതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മുൻപിൽ ഈ ലോക നേതാക്കൾ നിലനിൽക്കുന്ന ഒരു ഫോട്ടോ സെഷനായിരുന്നു. പക്ഷേ ആ ഫോട്ടോ എടുക്കലാണ് കുറച്ചുകൂടി ചിരിയും ചിന്തയും പടർത്തുന്നത്. ആ ഫോട്ടോ സെഷനിൽ ഈ നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ്, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ്, മറ്റ് ഭരണാധികാരികൾ നിരന്ന് ഫോട്ടോ എടുത്തപ്പോൾ അവിടേക്ക് ബൈഡനും ഒപ്പം തന്നെ ജസ്റ്റിൻ ട്രൂഡോയും ഇല്ലായിരുന്നു എന്ന് ശ്രദ്ധേയമാണ്. കാരണം ജസ്റ്റിൻ ട്രൂഡോയും ബൈഡനും അവിടേക്ക് നടന്നു വരുമ്പോഴേക്കും ഈ സംഘം ഫോട്ടോ എടുത്ത് സ്ഥലം കാലിയാക്കിയിരുന്നു. ഇതിന് സംഘാടകർ പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ അവർ നേരത്തെ എത്തി ഫോട്ടോ എടുത്ത് പിരിഞ്ഞതാണ് എന്നാണ്. ഇതിനിടയിൽ ഈ ബ്രസീലും റഷ്യയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല പോകുന്നത് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ റഷ്യ പ്രതിനിധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ബ്രസീലിൻ്റെ പ്രസിഡന്റിന് കഴിയുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹവും ഈ നരേന്ദ്രമോദി, ഈ ചൈനീസ് പ്രസിഡന്റ്, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇവരോടൊപ്പം നിന്നാണ് ഫോട്ടോ എടുത്തത്. ഒപ്പം തന്നെ ബൈഡനും ട്രൂഡോയ്ക്ക് മാത്രമായി ഒരു ഫോട്ടോ സെഷൻ വേണ്ടി വന്നു. ഏതായാലും G20 ഏതാണ്ടൊക്കെ പൊളിഞ്ഞെടുങ്ങുന്ന ഒരു ലക്ഷണമാണ് തുടക്കത്തിലെ കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാഴ്ച കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ കാഴ്ച കണ്ടതാണ്. അതിനകത്ത് എല്ലാ നേതാക്കളും ഒരുമയോട് വരുന്നതും കൈകോർത്ത് പിടിക്കുന്നതും തമാശകൾ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ നാം കണ്ടതാണ്. അവിടെയാണ് തല്ലിപ്പിരിഞ്ഞ് നിൽക്കുന്ന നേതാക്കളും ഒപ്പം തന്നെ കുറേ പേര് ഒഴിവാക്കി കുറച്ച് പേർ മാത്രം ഫോട്ടോ എടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഒരുപക്ഷേയൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വിനോദയാത്ര പോകുന്നവർ ഇത്തരത്തിൽ ഇഷ്ടപ്പെടാത്തവരെ ഒഴിവാക്കി സ്വന്തമായി ഫോട്ടോ എടുക്കുന്നത് പോലെയുണ്ട് കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.